എല്ലാ വൈകുന്നേരങ്ങളിലും രാജാവും സൈന്യത്തലവനും എല്ലാ തടവുകാരെയും സന്ദർശിക്കാറുണ്ട്. പതിവ് പോലെ രാജാവും സൈന്യാധിപനും തടവുകാരെ സന്ദർശിക്കുന്ന സമയത്ത് രാജാവ് വളരെ വിഷണ്ണനായ ഒരു തടവുകാരനെ കാണുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നാളെ വധശിക്ഷ നടപ്പാക്കാൻ ഉള്ള ഒരു തടവുകാരനാണ് അയാളെന്നറിയുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് രാജാവ് പറയുന്നു, നിനക്ക് രക്ഷപ്പെടാനുള്ള ഒരു പഴുത് ഇവിടെയുണ്ട്, അതിലൂടെ നിനക്ക് രക്ഷപ്പെടാമെങ്കിൽ രക്ഷപ്പെട്ടോളൂ എന്ന് പറയുന്നു. ഇത് പറഞ്ഞതിന് ശേഷം ജയിൽ അധികൃതരോട് അവൻ്റെ ചങ്ങല അഴിക്കാൻ പറയുന്നു. തടവറയ്ക്കുള്ളിൽ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിലാണ് അയാളുള്ളത്. അങ്ങനെ തടവറ തുറന്ന് അയാളെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കുന്നു. അങ്ങനെ തടവറ അടച്ചതിന് ശേഷം രാജാവും പരിവാരങ്ങളും അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് നമ്മുടെ തടവുകാരൻ ഒരുപാട് ആലോചിക്കുന്നു, എങ്ങനെ രക്ഷപ്പെടും. രാജാവ് പറഞ്ഞാണ്, പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോളൂ, നിന്റെ ബുദ്ധി ഉപയോഗിച്ച് നീ രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞതാണ്. തടവുകാരൻ അവിടെയൊക്കെ നോക്കി ഒരു ജനാല കാണുന്നു. ആ ജനാല നല്ല ഇരുമ്പ് കൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ള ഒരു ജനാലയാണ്. അതുകൊണ്ട് അതിൻ്റെ കമ്പി മുറിച്ച് രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമാണ്. പിന്നീട് അദ്ദേഹം വീണ്ടും ഒരു പഴുത് അന്വേഷിക്കുന്നു. അപ്പോഴാണ് ഒരു പരവതാനി നിലത്ത് വിരിച്ചേക്കുന്നത് കാണുന്നത്. അത് മാറ്റി നോക്കുന്ന സമയത്ത് ചെറിയൊരു മാൻഹോളാണ് കാണുന്നത്. ആ മാൻഹോളിലൂടെ അദ്ദേഹം താഴേക്കിറങ്ങിയപ്പോൾ അവിടെ ഒരു കോണിയാണ് കാണുന്നത്. ആ കോണിയിലൂടെ എത്തപ്പെടുന്നത് ഒരു കോട്ടയ്ക്കുള്ളിലാണ്. അങ്ങനെ ഒരുപാട് സഞ്ചരിച്ചതിന് ശേഷം കോട്ടയ്ക്കുള്ളിൽ എത്തപ്പെടുന്ന അദ്ദേഹം ഒരു ഇരുമ്പ് പാളി കാണുന്നു. ആ ഇരുമ്പ് പാളി തുറന്നു കഴിഞ്ഞാൽ നദിയിലേക്കുള്ള വാതിലാണ്. ആ നദി വളരെ ആഴമുള്ള നദിയാണ്. ആ ആഴമുള്ള നദിയിൽ നീന്തി രക്ഷപ്പെടാമെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. അങ്ങനെ ആ കോട്ടവാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അദ്ദേഹത്തിന് അതിന് സാധിക്കുന്നില്ല. അപ്പോഴേക്ക് തന്നെ ഒരുപാട് സമയമായി. വളരെ ദുഃഖിതനായ അദ്ദേഹം രക്ഷപ്പെടാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ അദ്ദേഹം തിരിച്ച് തൻ്റെ തടവറയിൽ തന്നെ എത്തുന്നു. പിറ്റേന്ന് രാവിലെ രാജാവും സൈന്യാധിപനും മറ്റ് പരിവാരങ്ങളോട് വരുന്നു. ഉടനെ തന്നെ രാജാവിനോട് അദ്ദേഹം ചോദിക്കുന്നു, അങ്ങനെ പറ്റിച്ചതാണല്ലേ, രക്ഷപ്പെടാൻ പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരു വഴിയും കണ്ടിട്ടില്ല, ഞാൻ നോക്കി ഒരുപാട് ശ്രമിച്ചു, പക്ഷേ എനിക്ക് തീരെ സാധിച്ചില്ല, അങ്ങനെ പറ്റിച്ചതാണല്ലേ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് പറഞ്ഞു, എടാ മണ്ട, ഞാൻ നിന്നോട് രക്ഷപ്പെടാൻ പറഞ്ഞത്, ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാൻ പറഞ്ഞത്, നിന്നെ ചങ്ങലയിൽ നിന്ന് ബന്ധിച്ച അവസ്ഥയിലായിരുന്നുവെങ്കിലും ആ ചങ്ങല നിന്റെ കഴിച്ചു. അതുമാത്രമല്ല, തടവറയിൽ ലോക്കിട്ടിരുന്നില്ല, പൂട്ടിട്ടിരുന്നില്ല, തടവറ ജസ്റ്റ് അടച്ചിട്ടേ ഉള്ളായിരുന്നുള്ളൂ. നിനക്ക് അവിടെ നോക്കാതെ നീ വേണ്ടാത്ത പണിക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നിനക്ക് വളരെ ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്ന ആ ഒരു താഴ് അല്ലെങ്കിൽ ആ ഒരു തടവറയുടെ ആ ഒരു വാതിൽ തുറക്കാൻ കഴിയാതെ നീ വേറെ രക്ഷപ്പെടാൻ നോക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നിനക്ക് തൂക്കിലേൽക്കാൻ തന്നെയാണ് വിധി. അതും പറഞ്ഞ് അദ്ദേഹം പോയി നമ്മുടെ തടവുകാരനെ ആരാച്ചാർ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഇത് തന്നെയാണ് നമ്മളുടെ പലരുടെയും അവസ്ഥ. പലപ്പോഴും നമ്മളുടെ മുന്നിലുള്ള ലളിതമായ മാർഗങ്ങളുണ്ട് എങ്കിലും നമ്മൾ കോംപ്ലക്സ് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മാർഗങ്ങൾ തിരഞ്ഞ് ജീവിത യാത്രയിൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള മാർഗങ്ങൾ ഉണ്ടാവും. സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ ഹാർഡ് വർക്കിലേക്ക് പോയി വേണ്ടാത്ത സമയങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ അത് ചിലവാക്കി എന്നാലൊട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത രീതിയിലേക്ക് മാറുന്നു. ശരിയല്ലേ? ഹാവ് എ നൈസ് ഡേ.